കോതമംഗലം പെണ്ടിമന പഞ്ചായത്തിലെ ജനവാസ മേഖലയായ വേട്ടാമ്പാറയെ രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനക്കൂട്ടമെത്തുന്നത് പതിവായത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി പരത്തി. കഴിഞ്ഞ കുറേ നാളുകളായി പെണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ കാട്ടാനശല്യമാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം വെളുപ്പിന് 4 മണിയോടുകൂടി കാട്ടാനക്കൂട്ടം വേട്ടാമ്പാറ കവലയോട് ചേർന്നുള്ള കൃഷിയിടത്തിലെത്തി നൂറുകണക്കിന് വാഴകളാണ് നശിപ്പിച്ചത്. നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് വേട്ടാമ്പാറ. ഈ പ്രദേശത്ത് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാതെ ജനം ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത്. ഇതിന്റെ സമീപ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം ടാപ്പിംഗ് തൊഴിലാളിയെ കാട്ടാന ആക്രമിച്ചത്. രാത്രി ഒരു 3-3:30 കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ആ ഒച്ചമേഖലം കേട്ടാണ് ഞങ്ങൾ എണിച്ചു വന്നത്. അന്ന് നോക്കിയപ്പോ ഓടി ഇറങ്ങി അതിലങ്ങനെ മാറി മുകളിലേക്ക് കയറി പോവുകയായിരുന്നു. പിണ്ടിമന പഞ്ചായത്തിൽ അടിയന്തരമായി RRT സംഘത്തെ നിയോഗിക്കണമെന്ന് കൃഷിനാശമുണ്ടായ സ്ഥലം സന്ദർശിച്ച UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു. ധാരാളം ആളുകൾ പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശം. നിരവധി വീടുകൾ ഇവിടെയുണ്ട്. നിരന്തരമായി കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ജനങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വേട്ടാമ്പാറ പ്രദേശം മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു വാവേലിയിലെ പ്രിയപ്പെട്ട കർഷകന് വലിയ പരിക്കാണ് ഏറ്റത്. ഇപ്പോൾ വേട്ടാമ്പാറ പ്രദേശത്ത് നൂറുകണക്കിന് വാഴ നശിപ്പിച്ചിരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടിലാണ് ഇവരെ കർഷകർ മുന്നോട്ട് പോകുന്നത്. എല്ലാ തരത്തിലും തങ്ങളുടെ കൃഷികൾ ഒരു ദിവസം കൊണ്ട് ഈ കാട്ടാനകൾ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് തികഞ്ഞ അനാസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു നടപടിയും കഴിഞ്ഞ കാലങ്ങളിൽ ഈ വേട്ടാമ്പാറ പ്രദേശത്ത് കാട്ടാന ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാനായിട്ട് എടുത്തിട്ടില്ല. പെരിയാറിന്റെ തീരത്തുള്ള വനപ്രദേശത്ത് ട്രഞ്ചുകൾ താത്തിയിരുന്നുവെങ്കിൽ ഈ പ്രദേശത്തെ കർഷകരെ രക്ഷിക്കാമായിരുന്നു. അത് ചെയ്യാതെ വൈദ്യുതി വേലി സ്ഥാപിക്കാതെ തികഞ്ഞ അനാസ്ഥ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. ജനങ്ങള് പരിഭ്രാന്തിയോടുകൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. നിരന്തരമായി കാട്ടാന ഇറങ്ങുകയാണ്. UDF കർഷക കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ ജെയിംസ് കോറമ്പൽ, PC ജോർജ്, ബിജു വെട്ടിക്കുഴ, ജോസ് കൈതക്കൽ, പഞ്ചായത്ത് അംഗം സിബി പോൾ എന്നിവരും UDF കൺവീനർക്കൊപ്പമുണ്ടായിരുന്നു. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.